ഇവിടെ ഇന്ന് ഓഗസ്റ്റ് 16 ഞായറാഴ്ച. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കി 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാസന ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ സാന്നിധ്യം, ഈ കൃപാസനത്തിൽ വന്നിറങ്ങി പ്രാർത്ഥിച്ചു പോകുന്ന ലക്ഷോപലക്ഷം മനുഷ്യരുടെ പ്രാർത്ഥനയുടെ ശക്തിയാൽ ഞാൻ ഇന്നത്തെ ദിവസത്തെ എൻ്റെ മക്കളുടെ ആവശ്യങ്ങളെ കർത്താവിൻ്റെ ദൃശ്യം സമർപ്പിച്ചുകൊണ്ട് ആശീർവദിക്കുന്നു. കർത്താവെ, അങ്ങയുടെ മക്കളുടെ മേൽ നിൻ്റെ തിരുമുറുപാട് മരുന്നുകരം വെക്കണമേ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ശിരസിൻ്റെ രോഗങ്ങൾ, ബ്രെയിനിലെ സിസ്റ്റുകൾ, ബ്രെയിനിലെ ക്യാൻസറുകൾ, ബ്രെയിനുമായിട്ട് ബന്ധപ്പെട്ട മുഴുവൻ രോഗങ്ങൾ ഈ നിമിഷം ഇത് പ്രാർത്ഥന കൂടുന്ന മക്കളുടെ മേൽ കർത്താവിൻ്റെ ശക്തി ഒഴുകുകയും സുഖപ്പെടുകയും ചെയ്യട്ടെ. തൊണ്ടനൊമ്പരങ്ങൾ, അത്തോൺസൈറ്റുകൾ, തൈറോയിഡുകൾ, ശ്വാസകോശ രോഗങ്ങൾ, ഉദര രോഗങ്ങൾ, പിസ്തുല രോഗങ്ങൾ, PCOD രോഗങ്ങൾ, സർവാംഗവാദ രോഗങ്ങൾ, വൃഷ്ണരോഗങ്ങൾ കർത്താവിൻ്റെ നാമത്തിൽ ഉച്ച മുതൽ ഉള്ളങ്കാര് വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ. മരുന്ന് ലേപനമല്ല,
അങ്ങയുടെ വചനമാണല്ലോ അങ്ങയുടെ മക്കളെ സുഖപ്പെടുത്തുന്നത്. വചനത്തിൻ്റെ കരുത്താൽ ശക്തിയാൽ യേശുക്രിസ്തു ഉന്നതമായ നാമത്തിൽ അങ്ങയുടെ മക്കൾ സൗഖ്യം പ്രാപിക്കട്ടെ. കർത്താവെ, ഇന്നത്തെ യാത്ര, ഇന്നത്തെ സംസാരം, ഇന്നത്തെ കമ്മ്യൂണിക്കേഷൻസ്, ഇന്നത്തെ ഒപ്പുകൾ, ഇന്നത്തെ എഴുത്തുകൾ, ഇന്നത്തെ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ, കർത്താവ് ഇന്ന് ചെയ്തു തീർക്കേണ്ട എല്ലാ ഉത്തരവാദിത്തങ്ങളും കണ്ടുമുട്ടുന്ന എല്ലാ വ്യക്തികളുടെ മേലും എൻ്റെ മക്കളുടെ മേൽ കർത്താവിൻ്റെ ശക്തി പ്രവർത്തിക്കുകയും മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ സഞ്ചാരി മാതാവ് സമയത്തിൻ്റെ അധികാരം നിലമേലങ്കിയാൽ നിങ്ങളെ പൊതുകയും സന്തോഷത്തോടെ നിങ്ങൾ രാത്രി തിരിച്ചു വരാൻ ദൈവം അനുവദിക്കുകയും ചെയ്യട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളെ ഈ ആഴ്ച തുടങ്ങിയപ്പോൾ നമ്മൾ കൃപയും അനുഗ്രഹവും തമ്മിൽ ഇങ്ങനെ പറഞ്ഞു തരും. ചില ആൾക്കാർക്ക് അറിയാതെ അനുഗ്രഹത്തിന്, ഫിസിക്കൽ ഫേവേഴ്സിന് ഗ്രേസ് എന്ന് വിളിക്കുന്നുണ്ട്. ഗ്രേസ് ആഫ്റ്റർ ഓൾ ഇറ്റ് ഈസ് എ പവർ ഓഫ് ഗോഡ്. കൃപ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പവറാണ്. 2 കൊരിന്ത്യർ 12:9 എന്നാൽ അവിടുന്ന് എന്നോട് അരുൾ ചെയ്തു, നിനക്ക് എൻ്റെ കൃപ മതി. എന്തെന്നാൽ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നത്. അപ്പം കൃപയ്ക്ക് അവിടെ ശക്തി എന്നാണ് ബൈബിൾ പറയണത്, പവർ ഓഫ് ഗോഡ്. ഈ പവർ ഓഫ് ഗോഡ് ചില പ്രാർത്ഥനയ്ക്ക് നമുക്ക് ഫിസിക്കൽ ഫേവേഴ്സിന് പകരം പവർ ഓഫ് ഗോഡാണ് തരണത്, ദൈവത്തിൻ്റെ ശക്തി. എന്നുവെച്ചാൽ നമ്മുടെ വില്ല് ദൈവത്തിൻ്റെ, നമ്മുടെ ആഗ്രഹം ദൈവത്തിൻ്റെ ആഗ്രഹത്തിന് എതിരായി വരുമ്പോൾ നമ്മുടെ ആഗ്രഹം നടത്തി തരാൻ പറ്റുന്നില്ല, അത് നമുക്ക് ഗുണകരമല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആഗ്രഹം നടത്തും. പക്ഷേ ദൈവത്തിൻ്റെ ആഗ്രഹം നമുക്ക് സ്വീകാര്യമായിരിക്കുകയോ മധുരതരമായിരിക്കുകയോ ഇല്ല. അങ്ങനെ വരുമ്പോൾ അത് സ്വീകരിക്കാൻ വേണ്ടി നമുക്ക് പവർ തരും. അതുകൊണ്ടാണ് ഈശോ പോലും പ്രാർത്ഥിക്കുന്നത് എന്തിനാണ്? ലൂക്ക 22:42-43 പിതാവേ അങ്ങേക്ക് ഇഷ്ടമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകറ്റണമേ. എങ്കിലും എന്റെ ഹിതമല്ല അവിടുത്തെ ഹിതം നിറവേറട്ടെ. അവിടുത്തെ ഹിതം നിറവേറട്ടെ എന്ന് പറയുന്ന സ്ഥലത്ത് എന്താ സംഭവിക്കണം അറിയാമോ? നമ്മൾ ഏതെങ്കിലും കാര്യത്തിന് കർത്താവിൻ്റെ ഇഷ്ടപോലെ നടക്കട്ടെ എന്ന് പറഞ്ഞാൽ സത്യസന്ധം ആത്മാർത്ഥത്തോടെ പറയണമെങ്കിൽ ഒരു കാര്യം അവിടെ നടക്കും. ഇത് നടക്കണത് അപ്പോൾ അവനെ ശക്തിപ്പെടുത്താൻ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ പ്രത്യക്ഷപ്പെട്ടു. ശക്തിപ്പെടുത്തിയാൽ നമുക്ക് ഫേസ് ചെയ്യാനുള്ള ആത്മധൈര്യം കിട്ടും. ശക്തിപ്പെടുത്തിയാൽ ഇപ്പം ചില ആൾക്കാർ, ഇപ്പം നിങ്ങൾ പത്രം കൊണ്ടൊക്കെ പോകുമ്പോൾ ചില ആൾക്കാർ വഴക്കിടുകയും അല്ലെങ്കിൽ നിങ്ങൾ ഇത് പറ്റിപ്പാണെന്നൊക്കെ പറയുകയും ഇത് നാണമില്ല, നിങ്ങൾ പഠിച്ചവരില്ല, എന്നിട്ട് ഇതുകൊണ്ട് നടക്കണമെന്ന് പറയുമ്പോൾ ചില ആൾക്കാർ മോങ്ങിക്കൊണ്ട് വീട്ടിലോട്ട് പോരും. അപ്പോൾ അവർക്ക് പവറില്ല. ചില ആൾക്കാർ വർദ്ധിച്ച ഊർജ്ജത്തോടു കൂടി, കഴിഞ്ഞ ദിവസങ്ങളിലൊരു സാക്ഷി ഞാൻ കേട്ടായിരുന്നു ന്യൂസിലൻഡിലെ. അവിടെ ന്യൂസിലൻഡിലെ ഒരു പള്ളിയുടെ വാദിക്കുന്നതുകൊണ്ട് നമ്മുടെ ഒരു സഹോദരി പത്രം കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. സായിപ്പിന് ഇളക്കാർക്ക് പത്രം കൊടുക്കുക. അപ്പോൾ സായിപ്പ് ഒന്നെന്ന് പറഞ്ഞാൽ പത്രം മേടിക്കില്ല, ഇവർ തോന്നിയ ദിവസം പറഞ്ഞുകൊണ്ടിരിക്കുക. അതിന് ഇവരത് മടുക്കാതിരിക്കുകയാണ്. പക്ഷേ അപ്പം തന്നെ ഒരു കാർ അവിടെ പാസ് ചെയ്യും. കാർ പെട്ടെന്ന് ചവിട്ടി നിർത്തും. അതിലൊന്ന് ഒരു ചെടുത്തി ഇറങ്ങും. ഇറങ്ങിയ ദിവസം പറഞ്ഞ് സായിപ്പിനോട് പറയും, ഇത് കേരളയിലെ മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലമാണെന്ന് ഇംഗ്ലീഷിൽ പറയും. നിങ്ങളിത് വാങ്ങിച്ചാൽ നിങ്ങൾക്കത് ഗുണം ചെയ്യും. അതാണ് അഭിഷേകം എന്ന് പറയുന്നത്. അതായത് അവിടെ എന്തോ ഒരു സായിപ്പുമായിട്ട് ഇപ്പോൾ സായിപ്പുമായിട്ട് ഇവർ ഈ പത്രം കൊടുക്കാൻ വേണ്ടിയേ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി അവർ ശ്രമിക്കണില്ലേ? അതെല്ലാം അനുഗ്രഹങ്ങളല്ല, അതെല്ലാം കൃപയെന്ന് പറയും. അവർക്ക് ശക്തിയുണ്ട്. ഈ രണ്ടുപേർക്കും ശക്തിയുണ്ട്. ഇങ്ങനെ അടിപൊളിയായിട്ടുള്ള ലോകവ്യാപകമായ രീതിയിൽ പ്രേക്ഷിതരുടെ ശക്തിയുള്ളവർ പ്രവർത്തിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ അതായത് ശക്തി ഉണ്ടെങ്കിൽ അറിയാൻ പറ്റുന്നറിയാമോ? ഇപ്പം ബൈബിളിൽ പറഞ്ഞിട്ടില്ലേ, ഐസയ 50:6-7 അടിച്ചവർക്ക് പുറവും താടിമീശ പറിച്ചവർക്ക് കവിളുകളും ഞാൻ കാണിച്ചു കൊടുത്തു. നിന്നയിൽ നിന്നും തുപ്പലിൽ നിന്നും ഞാൻ മുഖം തിരിച്ചില്ല. ദൈവമായ കർത്താവ് എന്നെ സഹായിക്കുന്നതിനാൽ. ആ സഹായമാണ് കൃപയെന്ന് പറയണത്, അഭിഷേകം എന്ന് പറയണത്. മനസ്സിലായില്ലേ? കർത്താവിനെ അവനെ ശക്തിപ്പെടുത്താൻ മാലാഖ എന്ന് പറയുന്നത് ഈ ശക്തിയാണ്. ദൈവമായ കർത്താവ് എന്നെ സഹായിക്കുന്നതിനാൽ ഞാൻ പതറുകയില്ല. ഞാൻ എന്റെ മുഖം ശിലാതുല്യമാക്കി എനിക്ക് ലജ്ജിക്കേണ്ടി വരികയില്ലെന്ന് ഞാൻ അറിയുന്നു. കർത്താവിന്റെ വേല ചെയ്യുന്ന ലജ്ജയില്ലാതെ വന്നാൽ അതിനർത്ഥം നീ കൃപയിൽ നിറഞ്ഞു എന്നാണ്. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ.